പ്രതിഷേധത്തിനൊടുവിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ നോട്ടീസിൽ ഉൾപ്പെടുത്തി. കണ്ണൂർ ഉളിക്കലിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിട ഉദ്ഘാടനത്തിന്റെ നോട്ടീസിലാണ് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയത്. ഫോട്ടോ ഒഴിവാക്കിയത് സംബന്ധിച്ചുള്ള വാർത്ത ജനം TV നൽകിയിരുന്നു. BJP ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതി പ്രകാരമാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേർന്നുണ്ട്. മിഥുൻ, നിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ ഇവിടെ ഉണ്ടാവുകയാണ്. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ BJPയുടെ ശക്തമായ പ്രതിഷേധത്തിന് പിന്നാലെ ആ ഒരു പോസ്റ്ററിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു വിവരങ്ങൾ എന്തൊക്കെ? വിഷ്ണു, കഴിഞ്ഞ ദിവസമാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പ്രധാനമന്ത്രി ജൻ വികാസ് കാര്യക്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷത്തോളം രൂപ ചെലവിട്ട് നിർമ്മിച്ചതാണ് ഉളിക്കലിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം. എന്നാൽ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പുറത്തിറക്കിയ നോട്ടീസിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയിരുന്നില്ല. സംസ്ഥാന ന്യൂനപക്ഷ ഡയറക്ടറേറ്റാണ് ഇത്തരമൊരു നോട്ടീസ് പുറത്തിറക്കിയത്. കെട്ടിടം ഉദ്ഘാടനത്തിന്റെ നോട്ടീസിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒഴിവാക്കിയ സംഭവം ജനം TV വാർത്തയാക്കുകയും BJP പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു. മാത്രമല്ല, ഉദ്ഘാടന ദിവസമായ ഇന്ന് സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനും BJP നേതൃത്വം തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പഴയ നോട്ടീസ് പിൻവലിച്ച് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പതിപ്പിച്ച പുതിയ നോട്ടീസ് പുറത്തിറക്കിയത്. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരമൊരു നടപടി സ്വീകരിച്ചതെന്നാണ് സൂചന. വിഷ്ണു, മിഥുൻ, നമുക്കറിയാം ഇതിന് മുൻപും നിരവധി കേന്ദ്ര സർക്കാർ പദ്ധതികൾ സംസ്ഥാന സർക്കാർ അത് പേര് മാറ്റുകയും അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ അത് പുതിയൊരു പദ്ധതിയായി സംസ്ഥാനത്ത് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു തീരുമാനം വന്നത് തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ ജനങ്ങളത് തിരിച്ചറിയുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയല്ലേ? തീർച്ചയായും വിഷ്ണു, കാരണം ആദ്യം പുറത്തിറക്കിയ നോട്ടീസിൽ തന്നെ ഇത് കേന്ദ്ര ഫണ്ടാണ് എന്നുള്ള കാര്യം വ്യക്തമായിരുന്നു. കാരണം പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം എന്ന പദ്ധതിയിൽ നിന്നാണ് ഈ സ്കൂളിന് ഫണ്ട് ലഭിച്ചത്. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ ഈ 6 ക്ലാസ് മുറികളുള്ള പുതിയ കെട്ടിടം നിർമ്മിക്കാനായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടന നോട്ടീസ് വന്ന സമയത്താകട്ടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ട യാതൊരു ചിഹ്നങ്ങളോ ഫോട്ടോകളോ ഒന്നും തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പോലും ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടവുമായി അടക്കം ബന്ധപ്പെട്ടിരുന്നു, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്താണ് പറഞ്ഞത് സംസ്ഥാന ന്യൂനപക്ഷ ഡയറക്ടറേറ്റിൽ നിന്നാണ് പൊതുവായ ഒരു ഡിസൈൻ ഇതുമായി ബന്ധപ്പെട്ട് വന്നത്, അല്ലാതെ മറ്റ് ജില്ലാ ഭരണകൂടത്തിന്റെയോ മറ്റ് ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ ഒഴിവാക്കിയതാണെന്ന കാര്യം വ്യക്തമായത്. സംഭവം നമ്മൾ വാർത്ത നൽകിയതിന് തൊട്ട് പിന്നാലെ വലിയ പ്രതിഷേധം ഉയരുകയും ഈ പരസ്യമായി നോട്ടീസ് കത്തിച്ചുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. ഇതോടുകൂടിയാണ് ഒരു പുനർചിന്തനത്തിന് ഈ അധികൃതർ, സർക്കാർ ഉദ്യോഗസ്ഥരടക്കം തയ്യാറായത്. ഇതിനെ തുടർന്നാണ് ഈ പഴയ നോട്ടീസ് പിൻവലിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ച പുതിയ നോട്ടീസ് അവർ പുറത്തിറക്കുകയും ചെയ്തത്. വിഷ്ണു, ശരി, മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്.